സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയത്തിലെ വിദഗ്ധരാണ് സൗദിയിൽ പാഴാക്കി കളയുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവച്ചത്. റംസാൻ മാസത്തിൽ ഭക്ഷണം പാഴാക്കുന്നത് തടയാനുള്ള ചില നിർദ്ദേശങ്ങൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ ഒരു വ്യക്തിയുടെ വാർഷിക ഭക്ഷ്യമാലിന്യം 184 കിലോഗ്രാം കവിയാറുണ്ട്. ഇത് മൊത്തത്തിലുള്ള മൂല്യം പ്രതിവർഷം 40 ബില്യൺ റിയാലിന് തുല്യമാണെന്ന് കണക്കാക്കുന്നു. ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതിന് ഭക്ഷണം തയ്യാറാക്കുന്നതിലും കഴിക്കുന്നതിലുമുള്ള ദൈനംദിന ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. യഥാർത്ഥ ആവശ്യത്തെക്കാൾ വലിയ അളവിൽ ഭക്ഷണം തയ്യാറാക്കുന്നതാണ് ഭക്ഷണം പാഴാക്കുന്നതിനും മാലിന്യങ്ങൾ കൂടുവാനും കാരണം. ഇവ കുറയ്ക്കുന്നതിന് മിച്ചമുള്ള ഭക്ഷണം ഫുഡ് ബാങ്കുകൾ വഴിയും ചാരിറ്റബിൾ സൊസൈറ്റികൾ വഴിയും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം പാകം ചെയ്യണം. ഭക്ഷണം പാഴാക്കി കളയുന്നത് കുറയ്ക്കുവാനായി സർക്കാർ ഏജൻസികൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ, റെസ്റ്റോറന്റുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവയ്ക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ശ്രമങ്ങൾ അനിവാര്യമാണ്. ഇസ്ലാമിലെ അമിതാധികാര വിരുദ്ധ നിയമങ്ങളും യുക്തിസഹമായ ഉപഭോഗവും നിരീക്ഷിക്കാൻ വിദഗ്ധർ കുടുംബങ്ങളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി കുടുംബങ്ങളുടെ എണ്ണവും അവരുടെ ആവശ്യങ്ങളും അടിസ്ഥാനമാക്കി ഭക്ഷണം വാങ്ങുന്നത് ആസൂത്രണം ചെയ്യണം. ഒരേ തരം ഭക്ഷണത്തിൽ പലതരം ഇനങ്ങൾ ഒഴിവാക്കി പാഴാക്കാതിരിക്കാൻ ശ്രമിക്കണം. ഉപയോഗിക്കാതെ ബാക്കിയാവുന്ന മിച്ചഭക്ഷണം പുനരുപയോഗത്തിനായി നല്ല രൂപത്തിൽ പൊതിഞ്ഞു വെക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, റിയാദ്.